നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാറിന് ചുമതല നൽകി KPCC. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഏകോപന ചുമതലയാണ് നൽകിയിരിക്കുന്നത്. റോഷിപാൽ തുടരുന്നുണ്ട്. റോഷിപാൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ഇനി മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ തൃണമൂലിലൂടെ ഒപ്പം നിൽക്കുന്നു എന്നത് ആത്മവിശ്വാസം പകരുന്നതല്ലേ? എങ്ങനെയൊക്കെയാണ് തന്ത്രങ്ങൾ? സുജയ പാർവതി, നിലമ്പൂർ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഇന്നലെ തന്നെ കോൺഗ്രസിലെ പ്രത്യേകിച്ച് മലപ്പുറത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ AP അനിൽകുമാർ, മുൻ മന്ത്രിയും KPCC രാഷ്ട്രീയ സമിതി അംഗവുമാണ് AP അനിൽകുമാർ. AP അനിൽകുമാറിന് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല നൽകിക്കഴിഞ്ഞു. അവിടെ നേരത്തെ തന്നെ DCC അധ്യക്ഷൻ VS ജോയിയുടെ നേതൃത്വത്തിൽ വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതാണ്. അത് പുരോഗമിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റി, വാർഡ് കമ്മിറ്റി അടക്കം, അത് കൃത്യമായി ബൂത്ത് കമ്മിറ്റി അടക്കം പുനഃസംഘടിപ്പിച്ച UDF സംവിധാനം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ ഓരോ പഞ്ചായത്തുകൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചുമതല കൊടുക്കാനുള്ള തീരുമാനമാണ് KPCC എടുത്തത്. മുതിർന്ന നേതാക്കളും ജനപ്രതിനിധികളടക്കം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്ന മുൻകാലത്തുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചത് സമാനമായ രീതിയിൽ, അത് പുതുപ്പള്ളിയാകട്ടെ തൃക്കാക്കരയാകട്ടെ, ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാടും ആലത്തൂരും അടക്കം പരീക്ഷിച്ച അതേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായിരിക്കും ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവുക. സ്ഥാനാർത്ഥിയെ പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ പ്രഖ്യാപിക്കുമെന്ന വാദമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അത്തരം പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. നിലമ്പൂർ പിടിച്ചെടുക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. നിലമ്പൂരിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന ഒരാശങ്കയുള്ളത് കൊണ്ട് തന്നെയാണ് മുൻകൂട്ടി തന്നെ അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതും. നിലവിൽ PV അൻവർ ഒപ്പമുള്ളതുകൊണ്ട് നിലമ്പൂർ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയും, തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. സുജയ.